നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. എന്തപ്പം ഉണ്ടായത്? ഡൽഹിയിലെ കോട്ട്ല സ്റ്റേഡിയത്തിൽ പവർ പ്ലേയിൽ ഏറ്റവും ചുരുങ്ങിയ സ്കോർ, IPL ചരിത്രത്തിലെ ഏറ്റവും ചുരുങ്ങിയ സ്കോറാണ് പിറന്നിരിക്കുന്നത്. ഭുവനേശ്വർ കുമാറും ജോഷ് ഹേസൽവുഡും കൂടി എറിഞ്ഞങ്ങിട്ടു. ലോവസ്റ്റ് എവർ സ്കോർ ഇൻ IPL ഹിസ്റ്ററി ഇൻ പവർ പ്ലേ. RCBയുടെ ബൗളേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ പവർ പ്ലേ കഴിയുമ്പോൾ 13-6 എന്ന രൂപത്തിലേക്ക് അങ്ങ് അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. വാവ് 13 റൺസ് എടുക്കുമ്പോഴേക്കും 6 വിക്കറ്റ് വീണ് വല്ലാത്തൊരു സ്ഥിതിവിശേഷത്തിലേക്ക് DC വീണു പോകുന്ന സ്ഥിതിയാണ് നമ്മൾ കണ്ടത്. നോക്കുക, ഇതിൽ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അത് നമുക്ക് സംഭവിച്ചെന്താണെന്ന് നോക്കാം. ആദ്യ ഓവറിൽ വിക്കറ്റ് എടുക്കുന്നത് ഭുവനേശ്വർ കുമാർ പലവട്ടം ചെയ്താണ്, വീണ്ടും അത് ചെയ്തു. യുവതാരം സാഹിൽ പ്രകാശിനെ മടക്കി വിട്ടു ഡക്കായിട്ട്. 2 പന്തിൽ അവൻ ഡക്കടിച്ചു. പിന്നാലെ പുറത്താവുന്നു KL രാഹുൽ. അപ്പോൾ സ്കോർ ബോർഡിൽ 2 റൺസാണ് എന്ന് പറഞ്ഞാൽ ജോഷ് ഹേസൽവുഡ് തൻ്റെ ഈ കളിയിൽ ആദ്യത്തെ 2 പന്തുകളിലും വിക്കറ്റ് എടുക്കുകയാണ്. KL രാഹുലിനെ 1 റൺസിന് മടക്കുന്നു. അതിന് പിന്നാലെ റിസ്വിയെ ഗോൾഡൻ ഡക്കാക്കിയിട്ട് വിടുകയും ചെയ്തു. അപ്പോൾ സംഭവം എന്താണ്? 2 റൺസ് ആകുമ്പോഴേക്കും 3 വിക്കറ്റ് വീണ അവസ്ഥയിലേക്ക് അവർ പോയി. പിന്നെ 3-ാമത്തെ ഓവറിൻ്റെ തുടക്കത്തിൽ അടുത്ത വിക്കറ്റ് ഭുവനേശ്വർ കുമാർ സ്റ്റെപ്സിനെ പറഞ്ഞു വിടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സ്റ്റെപ്സ് മടങ്ങുമ്പോൾ 7 റൺസിന് 4 വിക്കറ്റ് എന്ന രൂപത്തിലേക്കായി. തൊട്ടു പിന്നാലെ അടുത്ത വിക്കറ്റും മടക്കി വിടുന്നു. അക്സർ പട്ടേലിനെയാണ് മടക്കി വിട്ടത്. അക്സർ പട്ടേലിനെ മടക്കി വിട്ടത് ഭുവനേശ്വർ കുമാർ ഡക്കായിട്ട് മടക്കി വിടുന്നു. അപ്പോൾ എന്താ സംഭവം? 7 റൺസിന് 5 വിക്കറ്റ്. കഴിഞ്ഞില്ല. നിതീഷ് റാണ 4-ാമത്തെ ഓവറിൽ നിതീഷ് റാണയെ മടക്കി വിടുമ്പോൾ 8 റൺസിന് 6 വിക്കറ്റാണ് നിതീഷ് റാണ ഹേസൽവുഡിൻ്റെ പന്തിൽ പുറത്താക്കുന്നു. അങ്ങനെ പിന്നെ പവർ പ്ലേ അവസാനിക്കുമ്പോഴുള്ള സ്ഥിതിയാണ് നമ്മൾ ഈ പറഞ്ഞത്. ചരിത്രത്തിലെ ഏറ്റവും ലോവസ്റ്റ് സ്കോർ 13 റൺസിന് 6 വിക്കറ്റ് എന്ന രൂപത്തിലേക്ക് അവർ വീണുപോയിരുന്നു. അതിനുശേഷം പിന്നെ ഒരു രക്ഷാപ്രവർത്തനത്തിനുള്ള ശ്രമത്തിലാണ്. ഇപ്പോൾ ഇമ്പാക്റ്റ് സബ്ബായിട്ട് പോറലിനെ ഇറക്കിയിട്ടുണ്ട്. ഒപ്പം ഡേവിഡ് മില്ലറുമുണ്ട്. 2 പേരും രക്ഷാപ്രവർത്തനത്തിനുള്ള ശ്രമത്തിലാണ്. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് 8-ാമത്തെ ഓവർ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ കുറച്ചൊക്കെ സ്കോർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി മറ്റ് ചില കണക്കുകൾ കൂടി നമ്മൾ ഇതോടൊപ്പം തന്നെ പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അത് എന്തൊക്കെയാണ്? ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, 5 വിക്കറ്റ് വീഴുമ്പോൾ IPL ഏറ്റവും ചുരുങ്ങിയ സ്കോർ ആർക്കായിരുന്നു? ഇപ്പോൾ DC 5 വിക്കറ്റ് വീഴുമ്പോൾ ഉണ്ടായിരുന്നത് 7 റൺസാണ്. അതിനേക്കാൾ ചെറിയ സ്കോർ ആരെങ്കിലും അടിച്ചിട്ടുണ്ടോ? ഉണ്ടെന്നേ. കൊച്ചി ടസ്കേഴ്സ് കേരളത്തിൻ്റെ IPL ടീമായിരുന്നു കൊച്ചി ടസ്കേഴ്സ് കേരള. 2011 അന്നത്തെ ഡെക്കാൻ ചാർജേഴ്സിനെതിരെ കൊച്ചിയിൽ വെച്ച് നടന്ന കളിയിൽ 5 വിക്കറ്റ് വീഴുമ്പോൾ അടിച്ചിരുന്ന സ്കോർ 6 റൺസാണ്. അപ്പോൾ ആ നാണക്കേടിൻ്റെ റെക്കോർഡ് അവിടെ ഭദ്രമായിട്ട് തന്നെ നിൽപ്പുണ്ട്. കൊച്ചി ടസ്കേഴ്സ് ഇല്ലാതായെങ്കിലും റെക്കോർഡ് ബുക്കിൽ അത് കിടപ്പുണ്ട്. 7 റൺസാണ് ഇന്ന് DC 5 വിക്കറ്റ് വീഴുമ്പോൾ എടുത്തിരുന്നത്. 2026 സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെതിരെ കളിച്ച കളിയിൽ രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് കളിയിൽ രാജസ്ഥാൻ റോയൽസ് 9 റൺസാണ് ഇത്തവണ ആ ഒരു മത്സരത്തിൽ 9 റൺസാണ് 5 വിക്കറ്റ് വീഴുമ്പോൾ എടുത്തിരുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി, ഭുവി ഈ കളിയിൽ ആദ്യ ഓവറിൽ വിക്കറ്റ് എടുത്തല്ലോ. അപ്പോൾ മോസ്റ്റ് വിക്കറ്റ്സ് ഇൻ ദി ഫസ്റ്റ് ഓവർ ഇൻ IPL എന്നുള്ളതിൽ ട്രെന്റ് ബോൾട്ട് 1-ാമത് നിൽക്കുന്നു 32 വിക്കറ്റുമായിട്ട്. എന്നാൽ ഭുവനേശ്വർ കുമാർ 29 വിക്കറ്റുമായിട്ട് 2-ാമത് എത്തിയിട്ടുണ്ട്. അദ്ദേഹം 2-ാമതായിരുന്നു. അത് ഒന്നുകൂടി മെച്ചപ്പെടുത്തി മുന്നോട്ട് പോകുന്നു എന്നർത്ഥം. ഏതായാലും ഇപ്പോൾ ഒരു വിധത്തിൽ രക്ഷപ്പെടുത്താനുള്ള ശ്രമം ഒരു ഭാഗത്ത് DC നടത്തുന്നുണ്ട്. 8 ഓവറുകൾ കഴിയുമ്പോൾ 6 വിക്കറ്റിന് 34 എന്ന രൂപത്തിലേക്ക് അവർ എത്തിയിട്ടുണ്ട്. പോറൽ 15 റൺസുമായിട്ടും ഡേവിഡ് മില്ലർ 11 റൺസുമായിട്ടും ക്രീസിലുണ്ട്. ഇത് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴുള്ള കണക്കാണ്. ഇനി ഇത് എഡിറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യുമ്പോഴേക്കും കണക്കിൽ വ്യത്യാസം ഉണ്ടാകും. എന്തായാലും ചരിത്രം കുറിച്ച ഒരു പവർ പ്ലേ ആണ് നമ്മൾ കണ്ടത്. വീഡിയോ അവസാനിക്കുന്നത്. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ സ്റ്റുഡിയോ എത്താം.